താടിയില് നരയൊക്കെ വരുന്നുണ്ടല്ലോ. ഈ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ താടി പ്രായം കൂടുമ്പോൾ നിറ വരും. ടെൻഷനൊന്നുമില്ല, പ്രായത്തിന്റെ മേടിച്ച് വീട്ടിൽ കൊണ്ട് കഴിക്കണം. വെള്ളത്താടിയും പപ്സ് അത് സിനിമയ്ക്ക് വേണ്ടി ചെയ്യുന്നു. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ താടി പഠിച്ചിട്ട് ലുക്ക് നമുക്ക് കാണാൻ പറ്റുമോ? ഇതിലുണ്ടല്ല അങ്ങനല്ല ഇങ്ങനെ വരുമ്പോൾ അങ്ങനെ കഥാപാത്രം വരുമ്പോൾ ഉറപ്പായിട്ടും ഇതെല്ലാം അതിനുവേണ്ടി വെക്കുന്നേ. ഇത് വലിയ ബുദ്ധിമുട്ടാണ്. ഇത് ഇങ്ങനെ എപ്പോഴും ഈ ചൂടത്തൊക്കെ ഇങ്ങനെ ജീവിതത്തിന് കുറെ നാളായല്ലേ താടിയില്ലാത്തൊരു ലുക്കിൽ കണ്ട്. അതെ, എന്ത് തോന്നിയപ്പോ? അല്ല, ഇത് ആദ്യം തന്നെ ഡയറക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്കൊരു വെറൈറ്റി വേറൊരു ലുക്ക് പിടിക്കണം. താടി മാറ്റുക എന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് സന്തോഷമായി. കാരണം അങ്ങനെ ഞാനും വെയിറ്റ് ചെയ്തായിരുന്നു ഒരു പരിപാടി പിടിക്കാറുണ്ട്. കടല താടിയില് നരയൊക്കെ വരുന്നുണ്ടല്ലോ. ഈ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ താടി പ്രായം കൂടുമ്പോൾ നിറ വരും. ടെൻഷനൊന്നുമില്ല, പ്രായത്തിന്റെ. പിന്നെ അതാണല്ലോ ഇപ്പൊ ഫാഷൻ അല്ല. താടിയുള്ള ഫുള്ള് വൈറ്റ് ആയി കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും സിനിമയ്ക്ക് വേണ്ടി ചിലപ്പോൾ എന്തെങ്കിലും ചെയ്യുമായിരിക്കും. അല്ലാതെ നോർമൽ ലൈഫിൽ ഇത് കറപ്പിക്കാറോ നാച്ചുറലാണ്. നാച്ചുറലാണ്. ഇങ്ങനെ താടി വളരാൻ ആർക്കെങ്കിലും എന്തെങ്കിലും ടിപ്സ് പറഞ്ഞു കൊടുക്കാറുണ്ടോ? ഇപ്പത്തെ 2K കിഡ്സിനൊന്നും താടി വരുന്നില്ല. നല്ല താടി ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ കിട്ടിയതായിരിക്കും. ഞാനിതിന് പ്രത്യേകിച്ച് ഒരു പരിപാടിയൊന്നും ചെയ്യാറില്ല. പിന്നെ ഇത് ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യും. എല്ലാവരും കുറേ മറ്റേ ബിയേർഡ് ഓയിൽ അങ്ങനെയൊക്കെ. ഈ സാധാരണ ഒറിജിനൽ കോക്കനട്ട് ഓയിൽ ആണ് ഏറ്റവും പ്രശ്നം. കുളിക്കണം ശരിക്കും അല്ലേ? കുളിക്കണം നന്നായിട്ട് കുളിക്കണം, വൃത്തിയാക്കണം, അല്ലെങ്കിൽ പണി കിട്ടും. ഇത്രയും സിമ്പിളാകുന്ന കാര്യം സിനിമയ്ക്ക് ശേഷമാണ് മനസ്സിലായത്. അല്ല, ഇത്രയും സംസാരിക്കുന്നതുണ്ടായിരുന്നില്ല. മറ്റുള്ള സിനിമകളെയും കുറിച്ച് ഗൗരവത്തിലായിരുന്നു. ഇല്ല, ഞാൻ പൊതുവേ അങ്ങനെ വന്നങ്ങനെ ഇല്ല, അങ്ങനെ ഉള്ളൊരു പ്രകൃതക്കാരനല്ല ശരിക്കും. ഇതാണ് എൻ്റെ. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് ഒരുപാട് വീഡിയോസ് ചെയ്യാൻ പറ്റിയിരുന്നില്ല. അപ്പോൾ അതുകൊണ്ടായിരുന്നു. അല്ല, ഒന്നാമത് ഇപ്പം നമുക്ക് വരുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യാറുണ്ട്. പിന്നെ ചെയ്യുന്ന കഥാപാത്രങ്ങൾ ഇങ്ങനെ സംസാരിക്കുക എന്നുള്ളൊരു സംഭവമായിരുന്നു. ഇതിനാണ് കൂടുതലും എനിക്ക് തോന്നുന്നു ഞാൻ ഇങ്ങനെ ഇറങ്ങിയിട്ട്. അത് അതും കൂടി പറയുമ്പോൾ നമ്മൾ ഇറങ്ങിയേ പറ്റൂ. നമ്മൾ അതും കൂടി വേണം അല്ലേ? സിനിമയുടെ സിനിമ അഭിനയിച്ച് കഴിഞ്ഞ് പോയിട്ട് കാര്യമില്ല. അത് കഴിഞ്ഞിട്ടും റിലീസിന് ശേഷം സപ്പോർട്ട് ചെയ്യണം. തീർച്ചയായിട്ടും ആർട്ടിസ്റ്റ് ചെയ്യട്ടെ. ആ, ഈ പേഴ്സണലായിട്ടുള്ള ഇൻ്റർവ്യൂസൊന്നും ഞാൻ ഇതുവരെ അങ്ങനെ ഒരു സ്ഥലത്തും അങ്ങനെ സംസാരിച്ചിട്ടില്ലാന്ന് തോന്നുന്നു. ഇന്ന് ഞാനൊരു റൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ കൽക്കി ഉള്ള സമയമുണ്ടല്ലോ, അത് സമയം കഴിയുമ്പോൾ ഈ ചേട്ടൻ വരുമ്പോൾ തന്നെ ആൾക്കാർക്ക് എന്തൊരു കാണുമ്പോൾ തന്നെ ഒരു ഭയം, പേടി. അതൊക്കെ അഭിനയം. അറിയില്ലല്ലോ സംസാരിക്കും. ലൈഫിലൊക്കെ ഉണ്ടാകുന്ന ചില എക്സ്പീരിയൻസ് ഒക്കെ നമുക്ക് എടുക്കാമെന്നല്ലാതെ ബാക്കിയൊക്കെ അഭിനയല്ലേ, സിനിമയല്ലേ. അടി മാത്രം പോരെ, കുറച്ച് വെടിയും വേണം. അമൽനീര് പടത്തിലൊക്കെ ഫ്രെയിംസിലൊക്കെ കാണുമ്പോൾ സ്ക്രീൻ പ്രസൻസ് ആണ് ഉദ്ദേശിച്ചത്. അങ്ങനെയുള്ള സാധനം വരുമ്പോൾ ചെയ്യും. ഞാൻ ട്രെയിനിങ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. US ഷൂട്ടിങ്ങിൻ്റെ ഒക്കെ ട്രെയിനിങ് ഒക്കെ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇനി അങ്ങനെ ഒരു സംഭവം വന്നാൽ തീർച്ചയായിട്ടും അങ്ങനെ ഒരു സംഭവം കിട്ടുമ്പം റിയലായിട്ട് ജോൺ ബുക്കൊക്കെ കണ്ടിട്ട് ഇൻസ്പയർഡ് ആയിട്ട് അവിടെ പോയിട്ട് ചെറിയ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തു. അത് ഭയങ്കര ഞാൻ ഇൻസ്റ്റാഗ്രാമിലൊക്കെ പണ്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. റിയൽ ഗൺ വെച്ചിട്ടുള്ള കുറച്ച് പരിപാടികൾ എനിക്ക് ഇഷ്ടമാണ്. വീട്ടിലുണ്ടായിരുന്നു, അച്ഛൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഇപ്പോൾ ഇല്ല. അടുത്ത പണി പഴയ കാലഘട്ടം പഴയ നമുക്കിങ്ങനെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് അച്ഛനെ കിട്ടി എനിക്ക് തന്നില്ല. അപ്പം അതിനോടുള്ളൊരു ക്രേസ് ഉണ്ട് ചെറുപ്പം പോലെ. ഹണ്ടിങ്ങിനൊക്കെ പോയിട്ടുണ്ടോ? ഇല്ല, ചെയ്തു. അതൊക്കെ ഭയങ്കര പ്രശ്നമാണെന്ന് ഞാൻ പറഞ്ഞില്ലേ. കവളപിടുത്തൊക്കെ ഭയങ്കര പ്രശ്നമാണ്. പടത്തിൽ ചോദിക്കണ്ടല്ലോ. ആ, നിയമവിരുദ്ധമാണ്. അതന്നെ എനിക്ക് പറയാനുള്ളത്. നൈസായിട്ട് ക്യാമറ സത്യം പറഞ്ഞു. ഓക്കെ.